ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ഡേ അല്ല, ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആരതാന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മേൻ്റെയാണ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് 25th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ 25 കൊല്ലമായി അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അടുത്ത കുറച്ച് റിലേറ്റീവ്സിനെയും പിന്നെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ 2 ദിവസമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞാനിത് റെഡി ആയിട്ടിരിക്കുകയാണ്. ഭയങ്കര ചൂടാണ്, നല്ലോണം വേർക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പം ദീപുവാട്ടനും ഫാമിലിയൊക്കെ ഓൺ ദ വേ ആണ്. അവരൊക്കെ ഇപ്പോഴെത്തും. അത് കഴിഞ്ഞ് ഒരു 6 മണി 6:30 ആകുമ്പോഴേക്ക് ബാക്കി എല്ലാവരും എത്തും. അങ്ങനെ നമ്മൾ കുറച്ച് വേണ്ടപ്പെട്ടവരൊക്കെ കൂടി ഒത്തുകൂടിയിട്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് വഴിയെ കാണാം. അപ്പൊ ഇതെന്താ സംഭവം എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. ഇത് സന്ദീപ് മാമന് അച്ഛൻ്റെ കല്യാണ സമയം കൂടാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. മാമൻ പുറത്തായിരുന്നു. അപ്പൊ ആ വിഷമം മാമൻ ഇപ്പം മാറ്റുകയാണ്. അച്ഛനെ റെഡിയാക്കാൻ മാമൻ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ, എൻ്റെ ആ വിഷമം ഒന്ന് മാറിക്കിട്ടട്ടെ എന്ന്. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫോണ് ദീപുവാട്ടിന് കൊടുത്തു. പിന്നെ കൂടുതലും വീഡിയോസൊക്കെ എടുത്തത് ദീപുവാട്ടിനാണ്. അപ്പോൾ ഓരോ ആൾക്കാരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 7 മണിയൊക്കെ ആകുമ്പം തന്നെ എല്ലാവരും വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. ഏപ്രിൽ 9 ഇവരുടെ ആനിവേഴ്സറി. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ തീരെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ പെൻഡിങ് ആയിപ്പോയത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാം, നമുക്ക് പിന്നെ കാണുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയാണല്ലോ. അങ്ങനെ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റിൻ്റെ ഓവറായിട്ടുള്ള കയപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല സ്പഞ്ചൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയിരുന്നു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ചെറുതായിട്ടൊന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൊമെൻ്റ് ആണത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഫ്ലാഷൊക്കെ ഓൺ ആക്കിയിട്ടായിരുന്നു കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായത്. നമ്മൾ KSEBയിലൊക്കെ വിളിച്ച സമയം അവരെടുക്കുന്നുണ്ടായിട്ടില്ല. ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. സാധാരണ ഇങ്ങനെ ഈ ടൈമൊന്നും അങ്ങനെ മഴയോ കറണ്ട് പോക്കൊന്നും ഉണ്ടാവാത്തതാണല്ലോ. അത് കഴിഞ്ഞ് കറണ്ടൊക്കെ വന്നു കഴിയുമ്പോഴേക്ക് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. പിന്നെ ഗിഫ്റ്റ് കൊണ്ടുവന്നവരൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനും ദീപുവാട്ടിനും സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയോട് അച്ഛനോടൊന്നും വാങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരു സാരി ഷർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല, ഞാനും ദീപുവാട്ടിനും ഒരു ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അത് കണ്ടപ്പോൾ അവർക്ക് രണ്ടാൾക്കും നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അവരുടെ കല്യാണ ഫോട്ടോ ആണ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായത്. 25 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും ഇവരുടെ കല്യാണ ഫോട്ടോ ഫ്രെയിം ചെയ്തതൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിൽ. അപ്പോൾ പണ്ടെങ്ങാനും ഞാൻ ആൽബത്തിൽ നിന്ന് എൻ്റെ പഴയ ഫോണിൽ എടുത്ത് വെച്ചൊരു ഫോട്ടോ ആയിരുന്നു ഇത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് എന്താ കൊടുക്കുക എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് ഈ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് കൊടുത്താൽ നന്നായിട്ടുണ്ടാവും തോന്നിയത്. അങ്ങനെ അവർ കുറച്ച് ഫോട്ടോ ഒക്കെ ബ്ലർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ നല്ല ക്ലിയർ ചെയ്ത് നല്ലൊരു ഫോട്ടോ ഇതിനാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോ കണ്ടപ്പോൾ ശരിക്കും അമ്മേൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെ ഷീനാമ്മയൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. കുറേ ആൾക്കാർ ഗിഫ്റ്റ് കൊണ്ടുവരും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
9 മണിയൊക്കെ ആയപ്പം തന്നെ ദീപുവേട്ടനും അമ്മയും പപ്പയും ഒക്കെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് കോഴിക്കോട് എത്തേണ്ടതാണല്ലോ. ഞാൻ അന്ന് അവരെ കൂടെ വന്നില്ല. ഞാൻ നെക്സ്റ്റ് ഡേ ആണ് കോഴിക്കോട്ടേക്ക് വന്നത്. ഒരുവിധം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും മേമയും കൂടി ഫുഡ് കഴിക്കേണ്ടിയിട്ടിരുന്നു. അപ്പം നല്ല ബിരിയാണി ആയിരുന്നു. നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ടായതാണ്. എൻ്റെ കല്യാണത്തിൻ്റെ അതേ കാറ്ററിംഗ് തന്നെയാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായത്. താഴേച്ചുവക്കുള്ള MMR കാറ്ററിംഗ് ആണ്. നല്ല സർവീസാണ്. അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടും കൂടിയാണ്. നല്ല ഫുഡായിരുന്നു. ഇത് അവരുടെ സ്പെഷ്യൽ അച്ചാറാണ്. പച്ചമാങ്ങയും കാന്താരി മുളകും കൂടി അരച്ചിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഏകദേശം പോയതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മേമയും ചന്തുവും ഞാനും അച്ഛനും അമ്മയും നവിയും പിന്നെ അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സുമാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ കരോക്കെ ഒക്കെ വെച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇതിലിട്ട് ഞാൻ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.